ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇഞ്ചിപ്പുളിൻ്റെ റെസിപ്പിയാണ്. ഇഞ്ചിപ്പുളി വെക്കാനായിട്ട് ചെറിയൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാണ്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇടുന്നത് ഇഞ്ചിയാണ്. 100 ഗ്രാം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഇഞ്ചിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാളിൻ്റെ പകുതി ചെറുതായി മുറിച്ചതും അതിലേക്ക് ഇടുന്നുണ്ട്. സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി ഇടുക. കുഞ്ഞുള്ളി ഇടുകയാണെങ്കിൽ ഒരു 5-6 കുഞ്ഞുള്ളി ചെറുതായി മുറിച്ചിട്ടാൽ മതി. ഇനി 3 പച്ചമുളക് ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ സാവധാനം ഇളക്കി ഇതിൽ ചേർത്ത ഇഞ്ചി, സവാള, പച്ചമുളക് ഇതിൻ്റെ എല്ലാം കളറ് ബ്രൗൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇഞ്ചിൻ്റെ എല്ലാം കളറ് മാറി ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായ സമയത്ത് 1/4 സ്പൂണോളം കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇടുന്നുണ്ട്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ആ ചൂടുള്ള എണ്ണയിലേക്ക് 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയത് മുളക് പൊടി കരിയാതിരിക്കാനായിട്ടാണ്. പൊടികളെല്ലാം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ഒഴിക്കണം. ഒരു നാരങ്ങ വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിനി പിഴിഞ്ഞ് അരിച്ചൊഴിക്കണ്ടേ. പുളിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചത്. പുളിയിൽ 1/4 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് മതിയാകും. ഇനി ഇതിൽ വെള്ളം ചേർക്കണില്ല. ഇനി ഫ്ലെയിം ഓണാക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം വറുത്ത് കോരി വെച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കാം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വരും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിനായിട്ട് വെല്ലമാണ്. ഒരു വെല്ലം മുഴുവനായിട്ട് എടുത്തിട്ടില്ല, പകുതി വെല്ലമാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനായിട്ട് വെല്ലം പൊടിച്ചാണ് ചേർത്തത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇഞ്ചിപ്പുളി ഏകദേശം റെഡിയായി. ഇനി ഇത് ഉപയോഗിക്കണമെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാലേ അതിൻ്റെ ടേസ്റ്റൊന്നും കറക്റ്റായി വരുള്ളൂ. കളറും കുറച്ച് ബ്ലാക്കായി വരണമെങ്കിൽ കുറച്ച് സമയം കഴിയണം. ഇതാണ് ഈസി ആയിട്ടുള്ള ഇഞ്ചിപ്പുളിൻ്റെ റെസിപ്പി. തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ളൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.